മൂന്നാഴ്ചയ്ക്കിടെ രണ്ടുപേരെ ആക്രമിച്ചു കൊന്ന പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് നീലഗിരിയിൽ വൻ പ്രതിഷേധം. പന്തല്ലൂർ, ഗൂഡല്ലൂർ താലൂക്കുകളിൽ ഇന്ന് ജനകീയ ഹർത്താൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം തോട്ടം തൊഴിലാളിയുടെ മകളായ 3 വയസ്സുകാരിയെ പുലി ആക്രമിച്ചു കൊന്നതിനെ തുടർന്ന് നടന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയായാണ് ഹർത്താൽ. അനൂപുണ്ട് വിശദാംശങ്ങളുമായി. അനൂപ, ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? മണിക്ക് ഹർത്താൽ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയായാണ് ഇപ്പോൾ ശക്തമായ ഒരു പ്രതിഷേധ രൂപം എന്ന രീതിയിൽ ഈ ജനകീയ ഹർത്താൽ നടക്കുന്നത്. പ്രധാനമായും അത് റോഡ് ഉപരോധങ്ങളായാണ് നടക്കുന്നത്. കേരളത്തിന്റെ അല്ലെങ്കിൽ വയനാട് അതിർത്തിയോട് ചേർന്നാണ് ഈ പ്രദേശമുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ കർണാടകയിൽ നിന്നും ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊന്നും ഈ വഴി സംസ്ഥാന അതിർത്തികൾ വഴി കടന്നു പോകുന്നില്ല. ഈ റോഡുകളെല്ലാം തന്നെ ഉപരോധിച്ചുകൊണ്ട്, സംസ്ഥാന അതിർത്തി ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ സമരമാണ് ഈ മേഖലയിൽ, നീലഗിരി മേഖലയിൽ പൊതുവിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ദാരുണ സംഭവം നടന്നത്. പന്തല്ലൂർ തൊണ്ടിയാളത്തായിരുന്നു ജാർഖണ്ഡ് സ്വദേശികളായ ശിവശങ്കർ ഗർവ, വിലാന്തി ദേവി ദമ്പതികളുടെ മകൾ നാൻസി പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് അങ്കണവാടിയിൽ നിന്ന് നാൻസി കുട്ടി വീട്ടിലേക്ക് തേയിലത്തോട്ടത്തിനിടയിലൂടെ പോകുന്നതിനിടെയായിരുന്നു പുലി എത്തി പെൺകുട്ടിയെ ആക്രമിക്കുകയും അത് കിലോമീറ്ററോളം ആ കുട്ടിയെ വലിച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദാരുണ സംഭവമായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഈ പ്രദേശത്ത് നടന്നത്. ഇന്നലെ തന്നെ ചേരമ്പാടി, ദേവാല, പന്തല്ലൂർ, അതുപോലെ എരുമാട് നാടുകാണി തുടങ്ങിയ വിവിധ മേഖലകളിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടന്നിരുന്നു. റോഡുകൾ ഉപരോധിച്ച് നടന്നിട്ടുള്ള പ്രക്ഷോഭം ദീർഘനേരം ഗതാഗത സ്തംഭനത്തിന് വരെ ഈ മേഖലയിൽ കാരണമായിരുന്നു. ഏതായാലും ആ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത്. ഈ പുലിയെ എത്രയും വേഗം വെടിവെച്ച് പിടികൂടുക എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം ഈ പുലിയെ വെടിവെച്ച് പിടികൂടാനുള്ള ഒരു തീരുമാനം വന്നതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഈ മേഖലയിൽ ഉണ്ടായത്. കഴിഞ്ഞ ഒരു ദിവസങ്ങൾക്ക് മുൻപാണ്, കഴിഞ്ഞ 21-ാം തീയതിയാണ് ഏലമണയിൽ, ഇതേ പന്തല്ലൂർ തന്നെയുള്ള ഏലമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ത്രീയെ പുലി ആക്രമിക്കുന്നത്. അവർ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരിക്കുകയും ചെയ്തു. ഈ 2 ആക്രമണങ്ങൾ നടത്തിയത് ഒരു പുലി തന്നെയാണ് എന്നാണ് വനവകുപ്പ് പറയുന്നത്. ഏതായാലും ഈ പുലിയെ വെടിവെച്ച് കൊല്ലാനുള്ള ശ്രമങ്ങൾ വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ കൂടുകൾ സ്ഥാപിച്ചിരുന്നു, എന്നാൽ പുലി കുടുങ്ങിയിട്ടില്ല. ഇപ്പോൾ അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ വെടിവെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണ്, മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണ് തമിഴ്നാട് വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഏതായാലും നടക്കുന്നത്. ശരി, മൂന്നാഴ്ചയ്ക്കിടെ 2 പേരെ ആക്രമിച്ചു കൊന്ന പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് നീലഗിരിയിൽ വൻ പ്രതിഷേധം. പന്തല്ലൂർ, ഗൂഡല്ലൂർ താലൂക്കുകളിലെ ഹർത്താൽ പുരോഗമിക്കുകയാണ്. അനൂപ് KR ആണ് വിശദാംശങ്ങൾ നൽകിയത്.